ഇപ്പോൾ ഹാർഡ് എഡ്ജസ് ആൻഡ് സോഫ്റ്റ് എഡ്ജസ് വളരെ പവർഫുള്ളായ ഒരു മെത്തേഡാണ് പെയിൻറ്റിങ്ങിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന വർക്കിൽ. എന്നിട്ട് വാട്സപ്പ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു കിടിലം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഹാർഡ് എഡ്ജസ്, അതുപോലെ തന്നെ എന്താണ് സോഫ്റ്റ് എഡ്ജസ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ സ്ഥലം അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അവിടെ കൂട്ടുകാരായിട്ട് പോയിട്ട് ചെയ്തൊരു പെയിൻറ്റിങ്ങാണ് മീഡിയം ഓയിൽ കളർ. അപ്പോൾ ഇതിലിപ്പോൾ സംസാരിക്കുന്ന ഈ ഹാർഡ് എഡ്ജസോ സോഫ്റ്റ് എഡ്ജസോ നമുക്ക് വാട്ടർ കളറിലും അക്രിലിക്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ പെയിൻറ്റിങ്ങൊക്കെ എക്സാമ്പിളായിട്ട് ചെയ്യാം. ഇത് ഞാൻ മുൻപ് ചെയ്തൊരു പെയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തൊക്കെ ബാൽക്കണിയൊക്കെയുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ അതിൽ നല്ല മോയ്സ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഞാനത് പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ കസേരയുടെ ഭാഗമല്ലേ, ഞാനിപ്പോൾ ഇതിൽ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ കസേരയുടെ ഭാഗത്ത് ഇതിൻ്റെ ബാക്കിൽ കാണുന്ന തുണികളില്ലേ, ആ തുണികൾ ഞാൻ ബ്ലറാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബ്രഷിൻ്റെ അഡ്ജസ്റ്റ് അല്ലേ, ബ്രഷ് വെക്കുന്ന ഭാഗം ഞാൻ വളരെ മനഃപൂർവ്വം സ്മൂത്താക്കി വെക്കും. പിന്നെ ആ കസേര പുഷ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷാർപ്പ് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ മെയിൻ സബ്ജക്റ്റ് ആ കസേരയാണ്. അപ്പോൾ കസേരയുടെ ചുറ്റുപാടേക്ക് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക, ബാക്കിയുള്ളത് ബ്ലർ ചെയ്ത് വിട്ടിട്ടുണ്ടാവും. നമ്മൾ സിമ്പിളായി പറയുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്നത് പോലെ തന്നെ സെയിം സബ്ജക്റ്റ് തന്നെയാണ് പെയിൻറ്റിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ടെക്നിക്ക് നന്നായി ഉപയോഗിച്ചിട്ടുള്ളത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ്. അതായത് എൻ്റെ ഈ പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ സബ്ജക്റ്റ് വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അത് കാണിക്കാൻ ഞാൻ മാക്സിമം നോക്കാം. ബാക്കിയുള്ളതൊക്കെ എനിക്കൊരു സെക്കൻഡറി എലമെൻ്റ് ആണ്. അതായത് മരം കോമ്പോസിഷൻ വൈസ് തന്നെ ബാലൻസ് ചെയ്യാനാണ്. എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു സ്ട്രക്ചർ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്തെങ്കിലും എലമെൻറ്റ്സ് വേണം. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിട്ട് ആ ഫ്രെയിം വെച്ചിട്ടുള്ളത്, അതായത് റൈറ്റ് സൈഡിൽ മരം വെച്ചിട്ടുള്ളത്, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഹാർഡ് എഡ്ജസ് പറഞ്ഞില്ലേ, അത് കൊടുത്തിട്ടുള്ളത് ഈ വെള്ളച്ചാട്ടത്തിനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അവിടെ നമുക്ക് ബ്രഷിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാലറ്റ് നൈഫ് ഉപയോഗിക്കാം. ഞാനിതിൽ പാലറ്റ് നൈഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇനീഷ്യൽ തോട്ട്. ഈ പെയിൻറ്റിങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എനിക്ക് ആ ഒരു ഫോക്കൽ പോയിന്റ് നന്നായി പുഷ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ ഹാർഡ് എഡ്ജസും സോഫ്റ്റ് എഡ്ജസ് അല്ലെങ്കിൽ ലോസ്റ്റ് എഡ്ജസ് എന്ന് പറയും അതിന് പറയുന്നത്. ഞാനിത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഇമേജിൽ 2 സ്ട്രോക്ക് ഉണ്ട്, ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ്. അപ്പോൾ ഇമേജിൻ്റെ ഈ സ്ട്രോക്കിൽ മുകൾ ഭാഗത്തുള്ള ബ്ലാക്കും വൈറ്റും രണ്ടിൻ്റെയും ചേർന്ന ഭാഗം ഭയങ്കര സ്ട്രോങ് ആണ്, എഡ്ജസ് ഭയങ്കര ഷാർപ്പാണ്. അതേ സ്ട്രോക്ക് അടിയിലേക്ക് വരുമ്പോൾ മെർജായി പോവുന്നുണ്ട്, അതായത് ഒരു ബ്ലെൻഡായി പോവുന്നുണ്ട്. അപ്പോൾ സെയിം സ്ട്രോക്ക് അടിയിലേക്ക് എത്തുമ്പോൾ സോഫ്റ്റായി പോവുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, എന്നാലും അതിൻ്റെ ആ ഒരു ഫോക്കൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ സംഭവം നമ്മൾ പെയിൻറ്റിങ്ങിൽ ഈ പറയുന്ന ഹാർഡ് എഡ്ജസും സോഫ്റ്റ് എഡ്ജസും ചെയ്യുന്നത്. അപ്പോൾ ഒരു പെയിൻറ്റിങ് നമുക്ക് സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫോക്കസ് കാണിക്കാൻ പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കോംപ്ലിമെൻ്ററി കളേഴ്സ് ഉപയോഗിക്കാം, 2 ഡാർക്കും ബ്രൈറ്റും ഉപയോഗിക്കാം. അതേ സംഭവം ഇവിടെ ഉപയോഗിച്ചുള്ള ഡാർക്കും ബ്രൈറ്റും. പക്ഷേ നമ്മൾ എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് എടുത്തത് ബ്രഷിൽ സ്മൂത്ത്നെസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഞാൻ മെയിനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ആ ഫോർഗ്രൗണ്ടിലുള്ള ചെടി, മരം, അതെല്ലാം ഒരു മിനിമലിസ്റ്റിക് ഡീറ്റെയിൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെള്ളത്തിലേക്ക് ഫോക്കസ് വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാർക്കും ബ്രൈറ്റ്നെസ്സും ഒരു കോൺട്രാസ്റ്റ് തരുന്നതാണ്. അതും ഞാൻ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പാറക്കെട്ടിൻ്റെ കളർ ഓൾറെഡി ഡാർക്കാണ്, വെള്ളത്തിൻ്റെ കളറ് നല്ല ബ്രൈറ്റ് കളറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതിൽ കൂടി എക്സ്ട്രാ പുഷ് ചെയ്യാൻ ഞാൻ ചെയ്തത് എഡ്ജസ് ഒന്നുകൂടി ഷാർപ്പൺ ചെയ്തു. അപ്പോൾ ഹാർഡ് എഡ്ജസ് ആൻഡ് സോഫ്റ്റ് എഡ്ജസ് വളരെ പവർഫുള്ളായ ഒരു മെത്തേഡാണ് പെയിൻറ്റിങ്ങിൽ. അപ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന വർക്കിൽ ഏറ്റവും ഈസിയസ്റ്റ് സ്റ്റിൽ ലൈഫ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വരും ഇതെങ്ങനെ വർക്കാണെന്നുള്ളത്. പ്ലാനറിൽ പോയി ചെയ്യുമ്പോൾ എല്ലാം ഓൾ അറ്റ് വൺസ് എന്നുള്ള കൺസെപ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ചെയ്യേണ്ടി വരും പ്ലാനിങ് ഒക്കെ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വലിയ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഹാപ്പി പെയിൻറ്റിങ്.